41 ദിവസത്തെ മണ്ഡലകാല വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടങ്ങളും അയ്യപ്പസ്വാമി തരും എന്നത് തീർച്ചയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ശരണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മണ്ഡലകാല വ്രതം എന്ത് എന്ന വിഷയമാണ്. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചിരിക്കുക ആണല്ലോ. 41 ദിവസം ഇനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. മണ്ഡലകാലത്ത് ശരണമന്ത്രം ജപിച്ച് മാലയിട്ട് ഇരുമുടി കെട്ടുമേന്തി മല ചവിട്ടി മഹിഷി മർദ്ദനനായ മണികണ്ഠനെ കാണാൻ മാളികപ്പുറങ്ങളും മറ്റു ഭക്തരും മലമുകളിലേക്ക് യാത്രയാകുന്നു. ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരേ ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല. അതും മലമുകളിൽ. എന്താണ് മലമുകളിലെ ക്ഷേത്ര ദർശനവും ആരാധനയുടെയുമൊക്കെ പ്രത്യേകത? പളനിയും ശബരിമലയും കൈലാസവും ബദരീനാഥുമൊക്കെ മലമുകളിൽ ആണല്ലോ. മല ഉയർച്ച ഉന്നതിയുടെ പ്രതീകമാണ്. ഏത് അധ്വാനത്തിനും, അത് ഭൗതികമായിക്കൊള്ളട്ടെ ആധ്യാത്മികമായിക്കൊള്ളട്ടെ, അതിൻ്റെ അവസാനം ഒരു ഉയർച്ച, ഒരു ഉന്നതി തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് മലകൾ സൂചിപ്പിക്കുന്നത്. 41 ദിവസം കഠിന വ്രതമെടുത്ത് ആഹാര നീഹാര മൈഥുനാദികളെ നിയന്ത്രിച്ച് ഭൗതികമായ എല്ലാ ആഗ്രഹങ്ങളെയും പരിത്യജിച്ച് പരിപൂർണ വ്രതശുദ്ധിയോടെ സ്വാമി മാത്രം ശരണം എന്ന ചിന്തയിൽ സ്വയം സ്വാമിയായി, തന്നെപ്പോലെ തന്നെ മറ്റെല്ലാവരെയും സ്വാമിയായി, അയ്യപ്പനായി വിളിച്ചുകൊണ്ട് ദർശിച്ചുകൊണ്ട് ഈ ജീവിതമാകുന്ന ഇരുമുടി കെട്ടുമേന്തി അതിൽ തൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാകുന്ന നാളികേരത്തിൽ തൻ്റെ ജീവാത്മഭാവമാകുന്ന നെയ് നിറച്ച് ഹരിയും ഹരനും ചേർന്ന പരമാത്മഭാവമാകുന്ന അയ്യപ്പനിൽ അഭിഷേകം ചെയ്യുവാനായി നഗ്നപാദനായി 18 തത്വങ്ങൾ അടങ്ങിയ 18 പടികൾ ചവിട്ടി മുകളിലെത്തുമ്പോൾ നമ്മൾ കാണുന്നു തത്വമസി. ഞാൻ നീയാകുന്നു, നീ ഞാനാകുന്നു, ഞാനും നീയും രണ്ടല്ല, ഒന്നു തന്നെയാണെന്ന് നമ്മൾ അറിയുന്നു. അതുതന്നെയാണ് മണ്ഡലകാല വ്രതവും ശബരിമല ദർശനത്തിൻ്റെയും പരമമായ ലക്ഷ്യം. യോഗശാസ്ത്രമനുസരിച്ച് വ്രതശുദ്ധിയോടുകൂടി കൃത്യമായി സാധന അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി തൻ്റെ 6 ആധാര ചക്രങ്ങളെയും ഭേദിച്ച് കുണ്ടലിനി ശക്തി അങ്ങ് ഉച്ചിയിൽ മലമുകളിൽ സഹസ്രാര പത്മത്തിൽ എത്തുന്നു എന്നതാണ് സങ്കല്പം. അവിടെയാണ് ജീവാത്മ പരമാത്മ ഐക്യം സംഭവിക്കുന്നത്. അതാണ് തത്വമസി. അതിനെയാണ് എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുൾ അയ്യപ്പൻ എന്ന് പറയുന്നത്. എന്താണ് മണ്ഡലകാലം? 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ പ്രത്യേകമായ ഒരു സമയപരിധിയാണ് മണ്ഡലകാലം എന്ന് പറയുന്നത്. മഹാമണ്ഡലേശ്വർ, ലോകസഭാ മണ്ഡലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സൂര്യ ചന്ദ്ര വർഷങ്ങളുടെ ഒരു വർഷത്തെ ഗതി വ്യത്യാസം 41 ദിവസം ആണ്. പക്ഷത്രയം എന്നും പറയപ്പെടുന്നു. ഒരു മാസത്തിൽ 2 പക്ഷങ്ങൾ, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. ഒരു പക്ഷം 15 ദിവസം. അങ്ങനെ 3 പക്ഷങ്ങൾ ചേർന്നാൽ 45 ദിവസം. അത് ഒരു മണ്ഡലകാലമായി കണക്കാക്കപ്പെടുന്നു. ഇനി 41-ന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അത് 4ഉം 1ഉം ചേരുന്ന ശൈവ വൈഷ്ണവ സമന്വയമാണ്. അയ്യപ്പൻ ശ്രീയോനിയിൽ ജനിച്ച ആളല്ലല്ലോ, പുരുഷ സമന്വയമായ ഹരിഹര പുത്രനാണ്. വൈഷ്ണവ സമ്പ്രദായത്തിൽ ഓം നമോ നാരായണായ,
ഓ നമോ ഭഗവതേ വാസുദേവായ എല്ലാം ഇരട്ട സംഖ്യകളിലാണ് അവസാനിക്കുന്നത്. ശൈവ സമ്പ്രദായത്തിൽ എല്ലാം ഒന്നിലും അവസാനിക്കുന്നു. നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം 5 അക്ഷരങ്ങൾ. 5 ഒറ്റ സംഖ്യ ആണ്. ഇരട്ട ഒറ്റ ഏകീകരണം, ശൈവ വൈഷ്ണവ സമന്വയം, അതാണ് 4ഉം 1ഉം 41 എന്നത് മറ്റൊരു അർത്ഥം. മണ്ഡലകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അക്കാലത്ത് ദേവന്മാർ ഉണർന്ന് സന്ധ്യാവന്ദനാദികളും മറ്റ് തപസ്സും ചെയ്യുന്ന സമയമാണ്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള ഈ 41 ദിവസം. അതായത് നമ്മുടെ ഒരു രാത്രി എന്നതുപോലെ ദേവന്മാരുടെ ഒരു രാത്രി എന്ന് പറയുന്നത് ദക്ഷിണായന കാലം 6 മാസം ആണ്. മകരസംക്രാന്തി മുതൽ 6 മാസക്കാലമാണ് ദേവന്മാരുടെ ഉണർന്നിരിക്കുന്ന ഉത്തരായന കാലം. നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആ സമയത്താണ് ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങളും ക്ഷേത്ര കലശങ്ങളും നവീകരണങ്ങളും പുനഃപ്രതിഷ്ഠകളുമൊക്കെ കൂടുതലായി നടക്കുന്നത്. പിതൃക്കളുടെ ഒരു പകലെന്ന് പറയുന്നത് 15 ദിവസം ചേരുന്ന പൗർണമിയാണ്. അതുപോലെ തന്നെ പിതൃക്കളുടെ ഒരു രാത്രി എന്ന് പറയുന്നത് 15 ദിവസം ചേരുന്ന അമാവാസ്യയും ആണെന്ന് അറിയാമല്ലോ. ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്തം ഉത്തരായന കാലത്തിന് മുമ്പുള്ള വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലമായതിനാൽ ദേവന്മാർ ഉണർന്ന് സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്ന സമയത്ത് നമ്മളും ആ വ്രതം അനുഷ്ഠിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കും എന്നതുകൊണ്ടാണ് കൃത്യമായി മണ്ഡലകാല വ്രതം നോക്കണമെന്ന് പറയുന്നത്. പിന്നൊന്ന്, മറ്റ് വ്രതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് മണ്ഡലകാല വ്രതം എന്നത്. ആജീവനാന്ത സന്യാസ തപസ്സിൻ്റെ ഒരു ചെറിയ പകർപ്പ് തന്നെയാണ് മണ്ഡലകാല വ്രതം എന്നുള്ളത്. വ്രതം ആരംഭിച്ചു കഴിഞ്ഞാൽ താടിയോ മുടിയോ നഖമോ ഒന്നും വെട്ടാൻ പാടുള്ളതല്ല. മത്സ്യമാംസാദികളും മറ്റ് ലഹരി വസ്തുക്കളും പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന് ഒപ്പം തന്നെ കടുത്ത ബ്രഹ്മചര്യം മനസ്സ വാച കർമ്മണ പാലിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. സ്ത്രീ പുരുഷ സംസർഗമോ അതുപോലുള്ള ചിന്തകളോ ഒരിക്കലും പാടുള്ളതല്ല. നഗ്നപാതനായി സഞ്ചരിക്കണം. എളിയ ജീവിതം നയിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് ക്ഷേത്ര ദർശനം നിർബന്ധമായും നടത്തണം. വീട്ടിൽ വിളക്കു കത്തിച്ച് വെച്ച് 2 നേരവും എല്ലാവരെയും വിളിച്ച് ഒപ്പം നിർത്തി ശരണം വിളിക്കണം. മാലയിട്ട് മലയ്ക്ക് പോകാത്തവർക്കും മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദേവതകളുടെയും ഋഷികളുടെയും നേരിട്ടുള്ള അനുഗ്രഹം ഈ കാലത്ത് പ്രത്യേകിച്ച് ലഭിക്കുന്നതാണ്. ശബരിമലയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും തത്വ അധിഷ്ഠിതവുമായിട്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതിനായി അന്നേരം തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നല്ല ഒരു മണ്ഡലകാല ദിനം ആശംസിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പരദേവതയായ അയ്യപ്പൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാമിയേ ശരണമയ്യപ്പോ.